ഹലോ ഗുഡ് മോർണിംഗ് DMSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട് രാവിലെ. അപ്പോൾ 4 മണിക്ക് എണീറ്റു, ഫ്രഷായി എല്ലാം എടുത്ത് വെച്ചു. ഇനി നേരെ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കല്ല കേട്ടോ, നേരെ നാട്ടിൽ പോയിട്ട് 2 ഫാമിലീനെയും കണ്ട് 2 പാരൻസിനെയും കണ്ട് അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോവും. അപ്പോൾ പോയാലോ. நம்ம போ எல்லாம் எடுத்தியா? Woke up late, missed the morning glaze, but the sunlight hits in so many ways. வண்டி ஸ்டார்ட் ஆகல. ஹலோ, அதெல்லாம் அப்புறமா செஞ்சுக்கணும். Tata, bye bye. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. PM. അപ്പോൾ ഒന്ന് സൈഡാക്കിയതാട്ടോ, ഒന്ന് മാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 12 മണിക്കൂറും 40 മിനിറ്റും ഇപ്പം കാണിക്കുന്നത്. അതിന് ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തി, ലഞ്ചിന് നിർത്തി ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും 4-4.5 മണി, അല്ല 14-14.5 മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ ഏട്ടാ? 13 മണിക്കൂർ. ഇപ്പൊ കാണിക്കുന്നത് വൈകുന്നേരം സന്ധ്യക്ക് 7 മണിക്ക് എത്തുന്ന. 200 meters, turn right toward Brigade Link Road. അപ്പോ അത്രേ ഉള്ളൂ. നമുക്ക് സേഫായിട്ട് മെല്ലെ എൻജോയ് ചെയ്ത് പോവാം. അതെന്താ കേട്ടോ, അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി കേട്ടോ. നമ്മൾ അവിടുന്ന് വിട്ട ടൈം പറയാൻ ഞാൻ മറന്നുപോയി. 6:20 നമ്മൾ അവിടുന്ന് എടുത്തത്. ടൈം പറഞ്ഞില്ലായിരുന്നു. റൈറ്റാ? ഓ, കറക്റ്റ് കിട്ടിയല്ലേ. Continue on National Highway 48 for 30 kilometers. 6:30 ആയതേ ഉള്ളൂവെങ്കിലും ട്രാഫിക് തുടങ്ങി. അവിടെ വരെ എന്തായിരിക്കും അല്ലേ നോട്ടാ? ഇതൊന്നാണ് ഈ പകല് പോകുന്നതിന്റെ പ്രശ്നം. അല്ല, രാത്രി ആയാലും വലിയ വലിയ വണ്ടി ഉണ്ടാവില്ലേനു കേട്ടാ, ഈ ചരക്ക് വണ്ടിയെല്ലാം. പിന്നെ റിസ്ക് ആണ്. നൈറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാല് അതാണ്. ഒരു പ്രാവശ്യം നമ്മ നാട്ടിലേക്ക് പോകുമ്പോൾ അധികം നൈറ്റ് തന്നെ പിടിക്കുക. 2 വർക്കും കഴിഞ്ഞ് രാത്രി ഒരു 9-9:30 ആകുമ്പോൾ വിടും. അപ്പോൾ ഒരു പ്രാവശ്യം ടയർ പഞ്ചറായിപ്പോയി അല്ലേ നോട്ടാ? അതോ ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തൊരിടം. കൊച്ചി നാട്ടിലേക്ക് പോകുമ്പായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് വാഗണർ ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡ് എടുത്തത്. എന്നിട്ട് സൈഡാക്കിയിട്ട് ദിനുവേട്ടൻ പാവ ഒറ്റക്ക് കിടന്നു ഇരുന്നു ഒക്കെ ടയർ മാറ്റിയിട്ട് ഞാൻ ടോർച്ചിൻ്റെ ഇത് നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ് അടിച്ചു കൊടുത്തു. വേറെ വഴിയില്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇഷ്യൂസ് നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അത് ടയർ മാറ്റിയിടുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ ഈ ഡിവൈഡർ കാണാതെ പോവും. ഒരു പ്രാവശ്യം അപ്പുറത്തൂടെ പോയി, അത് ഓർമ്മയുണ്ട് എന്നോട്ടിന്.
അതാ മറ്റേ നമ്മള് വണ്ടീനെല്ലാം ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് വരുമ്പോ അതിപ്പോ നമ്മുടെ കേരളത്തിലുള്ള വലിയൊരു പ്രശ്നമാണ്. ഈ ഡിവൈഡേഴ്സിന് ഒരു സിഗ്നൽ പോലും ഒരു റിഫ്ലക്ടർ പോലും അവര് വെച്ചിട്ടില്ല. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പാതി എത്തിക്കഴിയുമ്പോഴായിരിക്കും ഈ സാധനം കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റൂല പെട്ടെന്ന്. അതുമല്ല അതാ മാഹി എത്തുന്നതിന്റെ മുമ്പേ ആയിരുന്നു ആ ഡിവൈഡർ. അത് ഹൈറ്റ് ഇല്ല. ഇപ്പൊ ആ റൂട്ട് പോകുന്നവർക്കാണ് അറിയും, ഹൈറ്റേ ഇല്ല. ഇതാ ഈ ഒരു ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. മാറിയല്ലേ. പക്ഷെ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പോണെങ്കിൽ അങ്ങനെ താഴെ കൂടെ തന്നെ പോവണ്ടേ. വിശക്കാൻ തുടങ്ങിയിട്ട് നോട്ടാ 6:30 ആയതേ ഉള്ളല്ലേ. ടോള് റീചാർജ് ചെയ്തായിരുന്നു നോട്ടാ. സൈഡാക്കുന്നാ. പക്ഷെ നമ്മള് കൊച്ചിന്ന് ചെന്നൈയിലേക്ക് വരുന്ന അത്ര ഉണ്ടോ? ടോള് വരൂല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടോള് കേട്ടോ. എത്ര ടോള് വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ആ ഇപ്പൊ റീചാർജ് ചെയ്തു. ആ ഏട്ടനല്ലേ റീചാർജ് ചെയ്യാൻ പറഞ്ഞത്? 500. എന്താ ഓപ്പൺ ആവാത്തേ? എന്ത് പണിട്ട് ഹാഫ് ആൻ അവർ ആയിடுச்சு. अभी रिचार्ज किया भैया. हाँ ഒരു 15 minutes. 15 minutes. ചെക്ക് ചെയ്ത് നോട്ട് ബാലൻസ്. ആയോ? പിന്നെന്താ ആദ്യം ഫസ്റ്റ് ഇല്ല പറഞ്ഞേ? ഇനി അങ്ങോട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആകാശം തന്നെ നോക്കി ബ്യൂട്ടി കണ്ട് അങ്ങനെ പോവാൻ തന്നെ നല്ല രസാട്ടോ. അങ്ങനെ അടുത്ത ടോളെത്തി കേട്ടോ. സെക്കൻഡ് ടോൾ. പെട്രോൾ ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാട്ടോ. ഫുൾ ടാങ്ക് പെട്രോൾ. ഫുൾ ടാങ്ക് കട്ട് ഓഫിൽ നിപ്പാട്ടിടുங்க. കട്ട് ഓഫിൽ പോകും. पेट्रोल टैंक फुल है. ओके. അങ്ങനെ എയറും ചെക്ക് ചെയ്ത് പെട്രോളും അടിച്ച് പിന്നെയും പോവാട്ടോ. അങ്ങനെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ട് ആര്യാസ്. അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. ആ ഇത് ഇവരെല്ലാം എടുക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ.
എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും മസാല ദോശ ആട്ടോ വാങ്ങി. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറേ നാളായല്ലേ ഇത്ര നല്ല മസാല ദോശ കഴിച്ചിട്ട്. നല്ല ഫുഡായിരുന്നു. ആദ്യം ഞാൻ കഴിച്ചില്ല, ഏട്ടനെ കഴിച്ചുള്ളൂ വട. എന്തോ ഭാഗ്യത്തിന് ഒരേ ഒരു ടേബിൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാ നല്ല റഷായിരുന്നു. പോവല്ലേ? ഭയങ്കര വെയിൽ. അപ്പം എടുത്തപ്പ നാട്ടിലെത്തിയിട്ട് വാഷ് ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര പൊടി ചളിയും മനസ്സിലാവണില്ല. അയ്യോ, ഇനി അവിടെ എത്തണമെങ്കിൽ ഓടുത്തു. അപ്പതാ നമ്മൾ ഇവിടുന്ന് എടുക്കുക കേട്ടോ. Please fasten your seat belt. ഓക്കേ. ഇനിതാ അടുത്ത നമ്മുടെ മൂന്നാമത്തെ ടോള് വരാൻ പോവാണ്. ഇനി 1 കിലോമീറ്ററിൽ. എന്ത് രസാ നോക്കിയ സൈഡ് വ്യൂ എല്ലാം അല്ലേ. അധികം വെയിലില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയ ഒരു ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഈ പൊരിയും വെയിലത്ത് കരിഞ്ഞു പോവും. സമയം 9 മണി ആയതേ ഇല്ല. പക്ഷെ എന്ത് ചൂടാ വെയില്. എൻ്റെ അമ്മേ 115 രൂപ അതിന് കേട്ടോ കാറിനല്ലോ. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pound like a heartbeat fight. These gritty vibes keep my story in sight. അങ്ങനെ 4ാമത്തെ ടോൾ ഗേറ്റ് വന്നു കേട്ടോ. 110 ദിനം കേട്ടോ ഇവിടെ. 100 തൊട്ട് കളിയില്ല എന്ന് തോന്നുന്നല്ലേ. 100 കുറഞ്ഞൊന്നും. എന്ത് രസമല്ലേ കാണാൻ. ഞാനിത് ഓൾറെഡി പറഞ്ഞു. എന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് പറഞ്ഞു പോകുന്നൊക്കെ. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലേ. ഇപ്പം ഇതെങ്ങനെ കുറച്ചിങ്ങനെ ഡാർക്ക് ആവാൻ തുടങ്ങി. മൂഡിൽ കയറി വരുന്നുണ്ട്. ബാംഗ്ലൂരേക്ക് ഇനി 93 കിലോമീറ്റർ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് to stay on National Highway 48. അങ്ങനെ തന്നെ പോയതൊക്കെ ഓർമ്മയുണ്ട്. In 600 meters, slide right onto the ramp to National Highway 44, National Highway 48. അങ്ങനെ 5ാമത്തെ ടോൾ എത്തിട്ടോ. 90 രൂപ അതിനോട്ട് ഇവിടെ. Just so like a
അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എൻട്രി ആയിട്ടോ. ബാംഗ്ലൂർ എത്തലും മഴ സ്റ്റാർട്ടായി. എന്തൊരു മഴയാന്ന് പറയുക, പെരുമഴ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, അത്ര സൗണ്ടാണ്. വൈപ്പർ ഇട്ടിട്ടൂടെ കണ്ണ് കാണാത്ത മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 6ാമത്തെ ടോളിലെത്തി കേട്ടോ. മഴ നോക്കിയ സ്വിച്ച് ഇട്ട പോലെ നിന്നു കേട്ടോ. ഇത് ക്ലിപ്പ് ചേഞ്ച് ആയതല്ല, പെട്ടെന്നൊരു സെക്കൻഡിൽ മഴ നിന്നതാട്ടോ. പക്ഷെ നല്ല മൂടലുണ്ടേനും വരും തോന്നുന്നു. കണ്ടോ, പറഞ്ഞ പോലെ തന്നെ പിന്നെയും മഴ സ്റ്റാർട്ട് ചെയ്ത്. എന്താ ഇങ്ങനത്തെ ക്ലൈമറ്റ് എന്ന് അറിയില്ല. അത് നമുക്ക് കാണാം കേട്ടോ. ഇപ്പുറത്ത് മഴയില്ലാത്തതും അപ്പുറം മഴ പെയ്യുന്നതും അങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. നമ്മൾ മൈസൂർ റോഡിലേക്ക് കയറി കേട്ടോ. ഇതാ ഈ നമ്മുടെ 7ാമത്തെ ടോളാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടുണ്ട്, നിന്നുകൊണ്ടുണ്ട്, പെയ്തുകൊണ്ടുണ്ട്, അങ്ങനെയായിരുന്നു. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെൽക്കം ടു ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. മൈസൂർ ഹൈവേയിലേക്ക് കയറി കേട്ടോ. ഇത് നല്ല സൂപ്പർ റോഡാണ്. ഇത് ഓൾറെഡി നമ്മൾ കോത്തഗിരിയിലേക്ക് ട്രിപ്പ് പോയപ്പോൾ പോയ സെയിം റൂട്ടാണ്. ഞാനപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിൻ്റെ എൻട്രി ടോൾ ഗേറ്റും എക്സിറ്റ് ടോൾ ഗേറ്റും. അത് ഭയങ്കര ലെങ്തിയാണ്, അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറ്റും. ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കോത്തഗിരി വീഡിയോ എല്ലാ പാർട്ടും കാണണം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓ ആകാശം നോക്ക്, എന്ത് മൂടല്ലാന്ന്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ എൻട്രി ടോൾ ഗേറ്റാണ് ഇത്. ഇനി ഇവിടുന്ന് എക്സിറ്റ് വരെ 119 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഭയങ്കര ലെങ്തി എക്സ്പ്രസ് ഹൈവേ ഇത്. ഭയങ്കര മഴയോ കേട്ടോ, പെരുമഴ, കണ്ണ് കാണുന്നില്ല. എൻ്റെ അമ്മ 180 രൂപ കേട്ടോ. കാറ്, ജീപ്പ്, വാൻ 180. ഏട്ടൻ 2ാമത് റീചാർജ് ചെയ്തായിരുന്നോ? അതിപ്പോൾ തീരും. അങ്ങനെ നമ്മൾ 119 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ എക്സിറ്റ് ടോൾ ഗേറ്റിൽ എത്തിയിട്ടോ. കാണിക്കാം. ദൂരം കാണുന്നതാണ് നമ്മുടെ എക്സിറ്റ് ടോൾ ഗേറ്റ്. ഇപ്പം എത്തും. വെയിറ്റ്. ഇവിടെ 180 രൂപ വാങ്ങുന്നതിൽ നഷ്ടമൊന്നുമില്ല. കാരണം ഈ 119 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തത് വളരെ ചെറിയ സമയം കൊണ്ടാണ്. സത്യം, അത്ര സൂപ്പർ റോഡാ. ഇവിടെ ഒന്ന് സൈഡാക്കാതിനോട്ട് ടോൾ കൊടുത്തിട്ട് അത്ര സമയത്ത് സ്ട്രെച്ചിന് ഇങ്ങനെ ഓടിക്കല്ലേ. എക്സിറ്റില് പിടിക്കുവോ? ഇല്ലല്ലോ. ഇവിടെ കൊടുക്കണം. കൊടുക്കണം. ഇല്ല, ഇവിടെ എത്ര? 175. എൻ്റെ അമ്മേ, ഇപ്പൊ പറഞ്ഞതേ ഇല്ല ഭയങ്കര ലാഭാന്ന്. പക്ഷെ നമ്മൾ എൻട്രിയും എക്സിറ്റ് രണ്ടും ഉണ്ടല്ലോ, അപ്പൊ ലാഭമൊന്നുമില്ല. നല്ല സൂപ്പർ റോഡല്ലേ, ഒറ്റയടിക്ക് എത്തിയില്ലേ. അപ്പൊ നമുക്കൊന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാം. അവിടെ എവിടെയെങ്കിലും നിർത്തിക്കാം. നട്ടപ്പൊരു വെയില, എന്ത് പെരുമഴയായിരുന്നു. എത്ര പെട്ടെന്ന് വെതർ ചേഞ്ച് ആവുന്നല്ലേ. ഭയങ്കര തിരക്ക് അതിന് വേണ്ട. ഇവിടെ ചെറിയൊരു ടേസ്റ്റ് ആള് വരുന്നുണ്ട്. അന്ന് ഇവിടെ അങ്കിള് കയറുന്നതും ഒക്കെ കാണിച്ച് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെറുതെ ഒന്ന് അവിടെ വരെ പോയൊരു ടീ ഒക്കെ കുടിച്ച് വണ്ടിക്കൊരു റെസ്റ്റ് കിട്ടും എനിക്ക്. അങ്ങനെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു കരിക്കെല്ലാം കുടിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഒരു 25 കിലോമീറ്ററിൽ മൈസൂർ എത്തും.
അപ്പോൾ ഇതുവരെ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കരിക്ക് കുടിച്ചു. അപ്പോൾ അത്രയും റൈറ്റാ. അങ്ങനെ നമ്മൾ മടിക്കേരി റോഡിലേക്ക് കയറി കേട്ടോ. മടിക്കേരി തന്നെ ഇവിടുന്ന് എത്രയായിരുന്നു കേട്ടോ കാണിച്ചത്? 100 ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, 126 അങ്ങനെ എന്താന്ന് തോന്നുന്നു കാണിച്ച. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ വിശന്ന് തപ്പുക, ഒന്നും വരുന്നില്ല. അത് സത്യം കേട്ടോ. വെജ് കുറേ പോയി. എന്തോ 2 പേർക്ക് നോൺ വെജ് കഴിക്കണം തോന്നിയിട്ട് അതിനു വേണ്ടി തേടുന്നോണ്ടാട്ടോ ഈ കിട്ടാത്ത. വെജ് റെസ്റ്റോറൻറ്റ് കുറേ പോയി. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ സമയം 2:15 ഒരു 2:30 വരെ നോക്കാം, എന്നിട്ട് അടുത്ത വെജിൽ കയറാം. അങ്ങനെ ഇതാ ഇവിടെ ഒരു ഫാമിലി ധാബാന്ന് ബോർഡ് കണ്ടു. യെസ് 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 യെസ്. ഇതാ ഇതിൻ്റെ അകത്താട്ടോ. ദാ ആഹാ, ഉള്ളിലേക്ക് ഭയങ്കര വിശാലാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ധാബയിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെയോ? അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ ഒരു വെജ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈ. ദിനുമായിട്ട് എനിക്ക് അപ്പം നിങ്ങളൊരിക്കും എന്താ ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചാൽ പോരെ, നിങ്ങൾക്ക് എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലേ. വെയിറ്റ് അതുകൊണ്ട് അങ്ങനെ വാങ്ങി. ദിനുവായിട്ടൻ ബട്ടർ നാനും മട്ടൻ കറിയും. വരട്ടെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. വെള്ളം പിടിക്കും. നല്ല ഫുഡ്. നമ്മൾ ഈ ഡാബ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇവിടുത്തെ നാടൻ കോഴിയില്ലേ, അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടാവും. അത് വേറെ എവിടുന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഈ ധാബയെന്നല്ലാതെ. അങ്ങനെയാണ് ഞങ്ങൾ ധാബയിൽ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വ്ളോഗിങ്ങും കാര്യങ്ങളാകുമ്പോഴത്തേനും ഇവിടെ എല്ലാം എല്ലാ ധാബയിലും ഓൾമോസ്റ്റ് എല്ലാ ഹൈവേ സൈഡുള്ള ധാബയിലും ഇങ്ങനെ ഹട്ട് സെപ്പറേറ്റ് ആയിരിക്കും. പ്രൈവസി, നമുക്ക് ഭയങ്കര പ്രൈവസി ഉണ്ടാവും. നമുക്കിപ്പോൾ വ്ളോഗിങ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര പ്രൈവസി കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ എല്ലാം ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്, ഇതേ ഒരു സെറ്റപ്പും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു വല്ലാത്ത ഭയങ്കര വെറൈറ്റി ആയി. ഇന്ന് നാടൻ കോഴിയുടെ ഒരു വിഭവവും ഇല്ലായിരുന്നു. നോർമൽ കോഴി തന്നെയാണ്, ബോയിലർ കോഴിയാണ് വാങ്ങിയത്. പക്ഷെ അതിൻ്റെ ആ ഗ്രേവി ആണെങ്കിൽ വേറെ എവിടെ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് മസാലയും ടേസ്റ്റുമാണ്. അപ്പം ഇനി ഡാബയിൽ പോകാത്തവർ എന്തായാലും പോകണം കേട്ടോ. അതറിയാം, ടേസ്റ്റിയാണ് അത്. യാത്ര ഇനി അടുത്തത് മടിക്കേരി, പിന്നെ കാസർഗോഡ്. മടിക്കേരിയിലേക്ക് ഇവിടുന്ന് കറക്റ്റ് 180 കിലോമീറ്റർ, 118 കിലോമീറ്റർ, 118 കിലോമീറ്റർ. 2 അവേഴ്സിലെത്തൂലേ? അതല്ല, മടിക്കേരി 2 അവേഴ്സിലെത്തൂലേ? മഴ ആദ്യം പാറാൻ തുടങ്ങി കേട്ടോ. ഇതിങ്ങനെ വിട്ട് മഴ വെയിൽ അങ്ങനെയാണ് ഇന്നത്തെ ക്ലൈമറ്റ്. സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും ഫ്രീ, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇവിടെ എത്തും. ആ ഒരു റോഡ്, ഒരു കൺസ്ട്രക്ഷൻ വന്ന ഏരിയയിൽ മാത്രമേ കുറച്ചൊരു അല്ലേ ഒന്ന് നിർത്തിയിടേണ്ട പോലത്തെ അവസ്ഥ വന്നുള്ളൂ. ബാക്കി അതും കുറേ കണ്ടെയ്നർ ലോറികളൊക്കെ വന്നപ്പോഴാണ് അത്രയും ബ്ലോക്ക് വന്നത്. എല്ലാം കണ്ടത് നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ ഒരു അരമണിക്കൂറോളം നിർത്തിയിടുന്ന പോലെ വന്നു. ആടുകളാ നോക്കി. റോഡ് സൈഡ് ഫുള്ള് മാങ്ങ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗോപുരം പോലെ കാണുന്നുണ്ടോ? അതിനോട് സ്പീഡിലൊന്നും കാണുന്നു. ആദ്യം വരുന്നുണ്ട് കാണിക്കാൻ, നിങ്ങൾക്ക് കാണുമോ?
നമ്മളങ്ങനെ കൂർഗ് എത്തി കേട്ടോ. ഇനി 119 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ 3 മണിക്കൂറാണ് കാണിക്കുന്നത്. ഭയങ്കര ബ്ലോക്ക്. ഈ ഒരു അവസാനം കുറച്ച് എത്താനാകുമ്പോഴത്തേക്ക് ഭയങ്കര മടുപ്പ് വന്നു. എന്നെക്കാളും മടുപ്പ് ദിനുവേട്ടന്. ഓടിച്ച് മടുത്തു. ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കുഞ്ഞി റോഡും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആസ്വദിക്കേണ്ട ഒന്നല്ല, നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു വ്ളോഗാണ് ആക്ച്വലി ഇത്. കണ്ടോ, ഇപ്പം ഈ കൂർഗ് എന്ന് പറയുന്നത് തന്നെ ഫേമസ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനറി തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഫി പ്ലാന്റേഷൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക, ഈ ഒരു കൂർഗിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. നോക്കി ആ ഒരു ക്ലൈമറ്റും ഈ ഒരു പച്ചപ്പും എന്ത് രസമാണെന്ന് പറയും ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. Turn left to stay on National Highway 275. ഇതാണ് കേട്ടോ മടിക്കേരി ടൗണ്. ഓൾമോസ്റ്റ് നമ്മുടെ കൂർഗ് പോലെ തന്നെയാണ്. മടിക്കേരി എന്ന് പറഞ്ഞത് നമ്മുടെ കർണാടകത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂർഗ് പോലെ തന്നെ ഇവിടുത്തെയും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനറി, നമ്മുടെ കോഫി പ്ലാന്റേഷൻസ്, അതുപോലെ ഒരുപാട് വാട്ടർഫോൾസ് വരുന്നുണ്ട്. ഈ കൂർഗ് മടിക്കേരി റൂട്ടൊക്കെ നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ഒരു പച്ചപ്പും അതേപോലെ തന്നെ എപ്പോഴും ഒരു തണുത്ത ഒരു മഞ്ഞ് ഉള്ള പോലത്തെ ഒരു ക്ലൈമറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്നിലൊക്കെ അത് മലകളാണ് കേട്ടോ. ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആകാശം പോലെ വൈറ്റ് ആയിട്ട് തോന്നുന്നത് ആക്ച്വലി അതൊക്കെ വലിയ വലിയ മലകളും കുന്നുകളും ആണ്. പക്ഷെ ഫുള്ള് കോട ഇറങ്ങി ഉണ്ടോ, ആ വൈറ്റ് കാണുന്നതൊക്കെ മഞ്ഞ് ഇറങ്ങിയതാ. നല്ല ക്ലൈമറ്റാ കേട്ടോ. എൻ്റെ ചെവി അടിയുന്നതിന് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലെത്തിയതിന് ഒരു 500 മീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ നടുവിൽ എന്താ ഒന്നും കാണിക്കാതെയെന്ന് വെച്ചാൽ മടിക്കേരി ഗാർഡ് സെക്ഷൻ എത്തിയപ്പോൾ എനിക്ക് ഗാർഡ് സെക്ഷൻ ആവുകയേ ഇല്ല, വോമിറ്റിംഗ് വരും. അപ്പോൾ വോമിറ്റിംഗ് എല്ലാമായിട്ട് നാശകുശായിപ്പോയി. അതാണ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.